പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഈ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്നത് മുഴുവനും നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മളിവിടെ ഇന്ന് ഈ മതബോധന പഠന കളരിയിൽ 1060ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് 2026 ജനുവരി മാസം 16-ാം തീയതിയാണ്. ഈ പ്രസരണം നടത്തുന്നത് അയർലൻഡിലെ വളരെ പുണ്യസ്ഥലമായ നോക്കിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തിന് തൊട്ട് മുമ്പിലുള്ള ബിൽഡിങ്ങിൽ നിന്നാണ്. ഈ മതബോധനം പഠിക്കുന്നതിന് നിരവധി പേർക്കുള്ള ആഗ്രഹത്തെയും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെയും ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. 2565 മതബോധന പഠനത്തിലെ പ്രധാന ഒരു സന്ദേശം നമ്മൾ ഇന്നും വായിക്കാറുള്ളത് ഇതാണ്: പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ഒന്നുകൂടി വായിക്കാം. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും, കണ്ടോ, പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ്. നമുക്കത് തന്നെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സർവാധിപനായ കർത്താവ്, രാജാതിരാജനായ കർത്താവ്, മിശിഹാ കർത്താവേ, മാനവരക്ഷകനെ, നരനു വിമോചനമേകിടുവാൻ. മിശിഹായാണ്, കർത്താവാണ്, രക്ഷകനാണ്, രാജാവാണ്, നിത്യപുരോഹിതനാണ്, നിത്യപ്രവാചകനാണ്. അതോടൊപ്പം നമ്മുടെ സഹോദരനായ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. അതാണ് ദൈവരാജ്യത്തിൻ്റെ കൃപ. ഓ ശാലബല ഹലബല ഹലബല ഹലബല. നമുക്കൊന്നുകൂടി സ്തുതിക്കാം. ശാലബല ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഇനി തുടർന്ന് നമ്മൾ പ്രവചനത്തിനായിട്ട് ദാഹിക്കുന്നു. ആകയാൽ സഹോദരരെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഇത് നമ്മൾ എത്ര മാസമായി ഇത് ചിന്തിക്കുന്നത്. എന്തോ ഒരു അത്ഭുതകരമാണ്. ഈ നാളുകളിൽ നമ്മുടെ പ്രവചന ധ്യാനത്തിലൂടെ, പ്രവചനങ്ങളുടെ വർക്ക്ഷോപ്പുകളിലൂടെ അത്ഭുതകരമായിട്ട് ഓരോരുത്തരിലും പ്രവചനപരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. വരുവിൻ, നമുക്ക് പ്രവചനത്തിനായി കാതോർക്കാം. എല്ലാവരും ദാഹിക്കണം, എല്ലാവരും ദാഹിക്കണം. ഹലബല ഹലബല ഹലബല. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ. ശരമക്കറ കിരലബുറ മക്കറ ലംബറ കിര ലംബറ മക്കീര മക്കീര മക്കീര. മൈ ബിലവഡ് പീപ്പിൾ, എൻ്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങളിൽ ഞാൻ തുടിച്ചു നിൽക്കുന്നു, നിങ്ങളിൽ ഞാൻ ഉണർന്നു നിൽക്കുന്നു, നിങ്ങളിൽ ഞാൻ ഉയർത്തു നിൽക്കുന്നു. ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു വഴി,
ഞാനാകുന്നു ജീവശ്വാസം, ഞാനാകുന്നു സകലത്തിൻ്റെയും ആരംഭം, ഞാനാകുന്നു സകലത്തെയും പരിപാലിക്കുന്നവൻ, ഞാനാകുന്നു വഴി. എന്റെ ജനമേ, ഇന്ന് ഞാൻ നിങ്ങളിൽ എന്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനത്തെ ഇനിയും കൂടുതലായി പ്രവഹിപ്പിക്കുന്നു. എന്റെ ജ്ഞാനത്തിനായി നിങ്ങൾ ദാഹിക്കുവിൻ. എന്റെ ജ്ഞാനം കൊണ്ട് നിങ്ങളെ ഞാൻ നിറയ്ക്കുന്നു. എന്റെ ജ്ഞാനത്താൽ നിങ്ങളെ നിറയ്ക്കുമ്പോൾ നിങ്ങൾ എന്റെ കൂട്ടുവേലക്കാരാകുന്നു. നിങ്ങൾ യഥാർത്ഥമായ എന്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളെ കൂട്ടുവേലക്കാരാക്കി ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം പ്രവർത്തിക്കണം. നമ്മൾ ഒന്നായി മുന്നേറും, നമ്മൾ ഒന്നായി പിടിച്ചടക്കും, നമ്മൾ ഒന്നായി വിജയ പതാക പാറിക്കും, നമ്മൾ ഒന്നായി മുന്നിട്ട് കയറും. നമ്മൾ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ മേഖലകളിലും എന്റെ രാജ്യം സംസ്ഥാപിതമാക്കും. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെ ഞാനിതാ ഉണർത്തുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെ ഞാനിതാ ഉണർത്തുന്നു. ഞാനിതാ നിങ്ങൾക്ക് പുതിയ ആവേശം നൽകുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും തളരില്ല, നിങ്ങൾ തളരില്ല. ഞാൻ തന്നെ നിങ്ങളിൽ കൊടികുത്തി വാഴുന്നു. ഞാൻ തന്നെ നിങ്ങളെ ജ്വലിപ്പിക്കുന്നു. വരുവിൻ, നമുക്കൊരുമിച്ചോടാം. വരുവിൻ, നമുക്കൊരുമിച്ചോടാം. ആമേൻ, ആമേൻ, ആമേൻ. സങ്കീർത്തനം 25 ഇപ്രകാരം പ്രവചിക്കുന്നു: നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. വരുവിൻ, ഈ പ്രവചന സമയത്തുണ്ടായ സൗഖ്യങ്ങളെ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഒരാളുടെ കണ്ണില് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. കണ്ണിലുണ്ടായ ചൊറിച്ചിൽ കർത്താവ് സുഖപ്പെടുത്തുന്നു. മറ്റൊരാൾക്ക് ഹൃദയവേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹൃദയം, ഫിസിക്കൽ ഹൃദയത്തിലുണ്ടായ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. മറ്റൊരാൾക്ക് നടുവേദന സുഖപ്പെടുത്തുന്നു. നടുവേദന, ഇതെല്ലാം ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണമാണ്. അവൻ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. 1186 ഇന്ന് നമ്മൾ പഠിക്കുന്നത്. CCC 1186. അവസാനമായി ദേവാലയത്തിന് യുഗാന്തപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മൾ പഠിക്കുന്നത് കൗദാശിക ആഘോഷത്തിന്റെ വിഷയമാണ്. അവസാനമായി ദേവാലയത്തിന് യുഗാന്തപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ നാം ഒരു പടിവാതിൽ കടക്കണം. പാപത്താൽ മുറിവേറ്റ ഈ ലോകത്തു നിന്നും സർവ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്ന നവജീവന്റെ ലോകത്തിലേക്കുള്ള കടന്നുപോകലിനെ അത് സൂചിപ്പിക്കുന്നു. ദൈവജനം നടത്തുകൊണ്ടിരിക്കുന്ന പിതൃഭവനത്തിന്റെ പ്രതീകമാണ് ദൃശ്യമായ ദേവാലയം. ദൈവജനം നടത്തുകൊണ്ടിരിക്കുന്ന പിതൃഭവനത്തിന്റെ പ്രതീകമാണ് ദൃശ്യമായ ദേവാലയം. അവിടെ അവരുടെ കണ്ണുകളിൽ നിന്ന് പിതാവ് കണ്ണുനീര് മുഴുവനും തുളച്ചു കളയുന്നു. റെവലേഷൻ, വെളിപാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്.
അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഇക്കാരണത്താൽ ദൈവത്തിന്റെ സകല മക്കൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വാഗതമരുളുന്ന ഒരു ഭവനമാണ് ദേവാലയം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് പാടാറുള്ളൊരു ഗാനമാണ് മനസ്സിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധ അപ്രേം എഴുതിയതാണ്. ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ ലോകാവസാന നാളിൽ ആകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. എനിക്കറിയില്ല, ഓർമ്മയിൽ നിന്ന് പാടുകയാണ്. കുഞ്ഞുനാള് മുതൽ കേട്ടിട്ടുള്ള ആ ഗാനമാണ്. ദേവാലയത്തിൽ നിന്റെ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ ലോകാവസാന നാളിൽ ആകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ 1186 അവസാനമായി ദേവാലയത്തിന് യുഗാന്തപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. എത്ര മനോഹരമാണല്ലേ! ആ ദേവാലയത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം ഭക്ഷിക്കുവാനും തിരുരക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. ഉണ്ടോ? ദൈവരാജ്യത്തിലുള്ള വിശ്വാസം എന്നിവിടെ പറയുന്നത് ലോകാവസാനത്തിൽ ഈശോ വീണ്ടും വരുന്ന ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും വരികയും എല്ലാ മനുഷ്യരുടെയും അഴുകിപ്പോയ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ലോകാവസാനം, അതാണ് യുഗാന്ത്യം. അപ്പൊ ആ യുഗാന്ത്യപരമായ പ്രത്യാശയോടെയാണ്, ആ പ്രത്യാശ നമ്മുടെ ദേവാലയത്തിൽ തുടിച്ചു നിൽക്കുന്നു. ദേവാലയത്തിൻ്റെ പ്രതീകങ്ങളെല്ലാം ആ വീണ്ടും വരുന്നവനെ നോക്കി നിൽക്കുകയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നൽ പോലെ പാഴുന്ന ഒരു പ്രകാശം. സങ്കീർത്തനം 45 നമ്മൾ പാടുന്നുണ്ട്: രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. എന്ത് മനോഹരമാണ്! അതുപോലെ വിശുദ്ധ കുർബാനയുടെ അവസാനം പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം നമ്മൾ കരുളട്ടെ. അപ്പൊ ഇങ്ങനെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള മനോഹരമായ വളരെ പ്രതീക്ഷ നിറഞ്ഞ വളരെ ആനന്ദ അഭിഷേകം, അവൻ വരുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിരിക്കും. ആ ബോധ്യത്തിലാണ് നമ്മൾ വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതും. ഇവിടെ ഒന്നുകൂടി നമ്മളത് വായിക്കുകയാണ്. 1156 കാറ്റഗിസത്തിൽ അവസാനമായി ദേവാലയത്തിന് യുഗാന്ത്യപരമായൊരു പ്രാധാന്യം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ നാം ഒരു പടിവാതിൽ കടക്കണം. പാപത്താൽ മുറിവേറ്റ ഈ ലോകത്തു നിന്നും സർവ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്ന പാപത്താൽ മുറിവേറ്റ ഈ ലോകത്തിൽ നിന്നും സർവ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്ന നവജീവന്റെ ലോകത്തിലേക്കുള്ള കടന്നുപോകലിനെ അത് സൂചിപ്പിക്കുന്നു.
അത് സൂചിപ്പിക്കുന്നു. ദൈവജനം നടന്നുകൊണ്ടിരിക്കുന്ന പിതൃഭവനത്തിന്റെ പ്രതീകമാണ് ദൃശ്യമായ ദേവാലയം. അവിടെ അവരുടെ കണ്ണുകളിൽ നിന്നും പിതാവ് കണ്ണുനീര് മുഴുവനും തുടച്ചു കളയുന്നു. വെളിപാട് 21:4. ഇക്കാരണത്താൽ ദൈവത്തിന്റെ സകല മക്കൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വാഗതമരുന്നൊരു ഭവനമാണ് ദേവാലയം. തുടർന്ന് 1130 പ്രവേശിക്കാം. 1130 പറയുന്നത്, സഭ തൻ്റെ നാഥന്റെ രഹസ്യം അവിടെ നിന്ന് വരുന്നത് വരെ, ദൈവം എല്ലാവർക്കും എല്ലാം ആകുന്നത് വരെ ആഘോഷിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ നെടുവീർപ്പോടെയുള്ള പ്രാർത്ഥനയാൽ മാറാനാഥ എന്ന ആരാധന അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെ ആരാധന യേശുവിൻ്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്നു. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ലൂക്കാ 22:15-16. ക്രിസ്തുവിന്റെ കൂദാശകളിൽ സഭ തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. ക്രിസ്തുവിന്റെ കൂദാശകളിൽ സഭ തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ഉന്നതനായ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷപ്പെടലിനായി കാത്തിരുന്നുകൊണ്ട് നിത്യജീവനിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ആത്മാവും മണവാട്ടിയും പറയുന്നു, വന്നാലും വന്നാലും കർത്താവായ യേശുവേ വന്നാലും. വിശുദ്ധ തോമസ് അക്വിനാസ് കൗദാശിക അടയാളങ്ങളുടെ വിവിധ വശങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂദാശ അതിന് മുൻപേ പോയതിനെ, അതായത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെ നമ്മിൽ നിറവേറ്റിയതിനെ, അതായത് കൃപാവരത്തെ ചൂണ്ടിക്കാണിക്കുകയും പീഡാസഹനം നമുക്ക് വാഗ്ദാനം ചെയ്തതിനെ, അതായത് ഭാവി മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരടയാളമാണ് സെന്റ് തോമസ് അക്വിനാസിന്റെ സുമ്മാ തിയോളജി. ഒന്നുകൂടി വായിക്കട്ടെ. വിശുദ്ധ തോമസ് അക്വിനാസ് കൗദാശിക അടയാളങ്ങളുടെ വിവിധ വശങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂദാശ അതിനു മുൻപേ പോയതിനെ, അതായത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെ അതിൽ നിറവേറ്റിയതിനെ, അതായത് കൃപാവരത്തെ ചൂണ്ടിക്കാണിക്കുകയും പീഡാസഹനം നമുക്ക് വാഗ്ദാനം ചെയ്തതിനെ, അതായത് ഭാവി മഹത്വത്തെയും മുൻകൂട്ടി വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരടയാളമാണ്. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് ഇനി നമ്മൾ ഈ പഠനഭാഗത്തിന്റെ സംഗ്രഹത്തിലേക്ക് നീങ്ങുകയാണ്. 1187 നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ സംഗ്രഹമാണിപ്പോൾ. 1187 ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിന്റെ ശിരസിന്റെയും ശരീരത്തിന്റെയും പ്രവൃത്തിയാണ്. സമ്പൂർണ്ണ ക്രിസ്തു, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 795 ദ ഫുൾ ക്രൈസ്റ്റ്. അതായത് ക്രിസ്തുവിന്റെ ശിരസും നമ്മൾ ശരീരവുമാണ്.
നമ്മൾ ശരീരവും ക്രിസ്തു ശിരസും കൂടി ആകുമ്പോഴാണ് സമ്പൂർണ്ണ ക്രിസ്തു, അതോടൊപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ്. ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ ശിരസിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധ ദൈവമാതാവ്, അപ്പസ്തോലന്മാർ, സകല വിശുദ്ധർ, രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ മനുഷ്യരുടെ സമൂഹം എന്നിവരോടൊപ്പം സ്വർഗീയാരാധനയിൽ നമ്മുടെ പ്രധാന പുരോഹിതൻ അത് അവിരാമം ആഘോഷിക്കുന്നു. സ്വർഗീയാരാധനയിൽ ഇനി 1188 ആരാധന ആഘോഷത്തിൽ സമൂഹം മുഴുവനും കാർമ്മികനാണ്. ആരാധന ആഘോഷത്തിൽ സമൂഹം മുഴുവനും കാർമ്മികനാണ്. ഓരോ അംഗവും സ്വന്തം ധർമ്മമനുസരിച്ച് മാമോദീസ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റേതുമാണ്. എന്നാൽ വിശ്വാസികളിൽ ചിലർ ക്രിസ്തുവിനെ ശിരസ് എന്ന നിലയിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തിരുപ്പട്ട കൂദാശയിലൂടെ അഭിഷേകം ചെയ്യപ്പെടുന്നു. അതാണ് നമ്മളിത് CCC 795 വായിക്കാം. അങ്ങനെ ക്രിസ്തുവും സഭയും 795 ക്രിസ്തുവും സഭയും ഒന്നിച്ച് സമ്പൂർണ്ണ ക്രിസ്തുവായി തീരുന്നു. സഭ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഈ ഐക്യത്തെ പറ്റിയുള്ള തീവ്രമായ അവബോധം വിശുദ്ധന്മാർക്കുണ്ട്. നീ തുറന്നുള്ളത് വായിക്കണം. നാം ക്രിസ്ത്യാനികളാവുക മാത്രമല്ല, പിന്നെയോ ക്രിസ്തു തന്നെ ആയിത്തീർന്നിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും കൃതജ്ഞതയുള്ളവരായിരിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്ന അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കിയോ? വിസ്മയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുവിൻ. നമ്മൾ ക്രിസ്തു ആയിത്തീർന്നിരിക്കുന്നു. എന്നാൽ അവിടുന്ന് ശിരസാണെങ്കിൽ നമ്മൾ അവയവങ്ങളാണ്. അവിടുന്നും നമ്മൾ ഒന്നിച്ച് സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണത ശിരസ്സും അവയവങ്ങളും കൂടിയതാണ്. എന്നാൽ ശിരസ്സും അവയവങ്ങളും എന്താണ്? ക്രിസ്തുവും സഭയും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനമാണിതെല്ലാം. അതോടൊപ്പം മറ്റും പലരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നിലേക്ക് ആദാനം ചെയ്ത വിശുദ്ധ സഭയോടൊത്ത് ഒറ്റ വ്യക്തിയാണ് താനെന്ന് നമ്മുടെ രക്ഷകൻ വ്യക്തമാക്കിയിരിക്കുന്നു. വിശുദ്ധ പോപ്പ് സെന്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് തന്നിലേക്ക് ആദാനം ചെയ്ത വിശുദ്ധ സഭയോടൊത്ത് ഒറ്റ വ്യക്തിയാണ് താനെന്ന് നമ്മുടെ രക്ഷകൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് നമുക്ക് ജീവിതം ക്രിസ്തു. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആരാധന ആഘോഷമാവുന്നത് ഈ രഹസ്യം മനസ്സിലാകുമ്പോഴാണ്. സമൂഹം മുഴുവനും കാർമ്മികനാണ്. ഒരു വശത്ത് നമ്മൾ വൈദികനെ കാർമ്മികനെന്ന് വിളിക്കുന്നു. എന്നാൽ ഈ വൈദികൻ ക്രിസ്തു തന്നെയാണ്. വൈദികൻ ക്രിസ്തു തന്നെയാണെങ്കിൽ ആ ക്രിസ്തു ശിരസും നമ്മൾ ശരീരവുമാകുന്ന ക്രിസ്തുവാണ്. ആ അർത്ഥത്തിലാണ് സമൂഹം മുഴുവനും കാർമ്മികനാണ്. ഇത് മറ്റൊരു സ്ഥലത്ത് 1368 കുർബാന സഭയുടെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാവുന്നു. അവിടത്തോടുകൂടെ അവൾ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടുന്ന് വഹിക്കുന്ന ഈ മധ്യസ്ഥത്തോട് സഭ തന്നെ ചേർക്കുന്നു. അപ്പോൾ
ഈ പറഞ്ഞ കാര്യം ഇവിടെ വീണ്ടും വരികയാണ്. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും കൂടി ബലിയായിത്തീരുന്നു. വിശ്വാസികളുടെ ജീവിതവും അവരുടെ സ്തുതിയും സഹനവും പ്രാർത്ഥനയും അധ്വാനവും എല്ലാം ക്രിസ്തുവിൻ്റേതിനോട് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. അപ്പോൾ അതാണ് ഇവിടെ 1189 പറയുന്നത്. ആരാധന ആഘോഷത്തിൽ സമൂഹം മുഴുവനും കാർമ്മികനാണ്. കാരണം സമൂഹം മുഴുവനും ഈശോയുടെ ശരീരമാണ്. ക്രിസ്തു തൻ്റെ ശരീരവും ആത്മാവും രക്തവും ആയ താൻ ബലിയർപ്പിക്കുമ്പോൾ ആ നിത്യപുരോഹിതനായ കർത്താവ് നമ്മളെല്ലാവരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ബലിയർപ്പിക്കുന്നത്. ഇത്ര മനോഹരമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി 1188 ആരാധന ആഘോഷത്തിൽ സമൂഹം മുഴുവനും കാർമ്മികനാണ്. ഓരോ അംഗവും സ്വന്തം ധർമ്മമനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ട്. ഇപ്പോൾ ഒരാൾ വൈദികനായിരിക്കാം, ഒരാൾ നമ്മളൊരു വീട്ടമ്മയായിരിക്കാം, അപ്പനായിരിക്കാം. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ദൗത്യമുണ്ട്. എന്നാൽ അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. അങ്ങനെ മാമോദീസ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റേതുമാണ്. എന്നാൽ വിശ്വാസികളിൽ ചിലർ ക്രിസ്തുവിനെ ശിരസ്സെന്ന നിലയിൽ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി തിരുപ്പട്ട കൂദാശയിലൂടെ അഭിഷേകം ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി 1159 ആരാധന ആഘോഷത്തിൽ അടയാളങ്ങളും പ്രതീകങ്ങളുമുണ്ട്. സൃഷ്ടി, ദീപം, ജലം, അഗ്നി, മനുഷ്യജീവിതം, കഴുകൽ, പൂശൽ, അപ്പം മുറിക്കൽ, രക്ഷയുടെ ചരിത്രം, പെസഹായുടെ അനുഷ്ഠാന കർമ്മങ്ങൾ എന്നിവയോടൊപ്പം ബന്ധപ്പെട്ടവയാണവ. വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആദാനം ചെയ്യപ്പെട്ടും വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആദാനം ചെയ്യപ്പെട്ടും ഈ പ്രാപഞ്ചിക ഘടകങ്ങളും മാനുഷിക അനുഷ്ഠാനങ്ങളും ദൈവസ്മരണയുടെ ആംഗ്യങ്ങളും ക്രിസ്തുവിൻ്റെ രക്ഷാകരവും വിശദീകരിക്കുന്നതുമായ പ്രവൃത്തിയുടെ സംവാഹകരായിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടി വായിക്കണം. അത് ആരാധന ആഘോഷത്തിൽ അടയാളങ്ങൾ, അതാണ് വിശുദ്ധ ബലി അർപ്പണത്തിൽ, അതുപോലെ മാമോദീസായിൽ നിരവധി അടയാളങ്ങളുണ്ട്. അതിൻ്റെ അർദ്ധരാർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അഭിഷേകം നമ്മൾക്ക് കൂടുതൽ അനുഭവമാകുന്നത്. ഉദാഹരണം, സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്നതാണ് ദീപം, ജലം, അഗ്നി. മാമോദീസ സമയത്ത് അഗ്നിയിൽ നിന്നും തിരി കൊളുത്തിയിട്ട് ജ്ഞാനസ്നാനാർത്ഥിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതുപോലെ ജലം കൊണ്ട്, ജലത്തിലാണ് സ്നാനം നൽകുന്നത്. അപ്പോൾ അതിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. അത് സൃഷ്ടിയെ തന്നെ കർത്താവ് ഉപയോഗിക്കുകയാണ്. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചപ്പോൾ
അതിൽ കണ്ട ഒരു കാര്യം തിയോഫറിക്കൽ, അതായത് വെള്ളം, ഗോതമ്പ്, അപ്പം, ഈ വസ്തുക്കൾ തിയോഫറിക്കൽ, ദൈവത്തെ പകരുന്നവയാക്കി മാറ്റുന്നു. വെള്ളം മാമോദീസായിലൂടെ ആശീർവദിച്ച വെള്ളം പരിശുദ്ധ ത്രിത്വത്തെ നമ്മളിലേക്ക് പകരുന്ന ഒരു പ്രവർത്തനം അതിലൂടെ നടക്കുന്നു. ആ ആശീർവദിച്ച വെള്ളം പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ ഒഴിക്കുന്നു. അതുപോലെ ഗോതമ്പ് അപ്പം ആശീർവാദം കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു. അതിനാണ് തിയോഫറിക്കൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം കൂദാശകളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുന്ന അടയാളങ്ങളാണ്. സൃഷ്ടി, ദീപം, ജലം, അഗ്നി. ഇനി മനുഷ്യജീവിതം, കഴുകൽ, പൂശൽ, അപ്പം മുറിക്കൽ, ഇതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുന്നതാണ്. രക്ഷയുടെ ചരിത്രം, പെസഹായുടെ അനുഷ്ഠാന ക്രമങ്ങൾ എന്നിവയോട് ബന്ധപ്പെട്ടവയാണവ. വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആദാനം ചെയ്യപ്പെട്ടും വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടും, അതായത് ഈ വെള്ളവും ജലവും അഗ്നിയുമെല്ലാം വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആദാനം ചെയ്യപ്പെട്ടു. ഈ പ്രാപഞ്ചിക ഘടകങ്ങളും മാനുഷിക അനുഷ്ഠാനങ്ങളും ദൈവസ്മരണയുടെ ആംഗ്യങ്ങളും ക്രിസ്തുവിൻ്റെ രക്ഷാകരവും വിശദീകരിക്കുന്നതുമായ പ്രവൃത്തിയുടെ സമാഹാരമായി തീരുന്നു. ഈശോ വിശുദ്ധ കുർബാന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി ഒരു കച്ചയെടുത്തെടുത്ത് വെള്ളം ഉപയോഗിച്ച് അവരെ കഴുകുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അയ്യോ അങ്ങനെ കഴുകാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കാല് കഴുകൽ യഹൂദരുടെ ഏറ്റവും പ്രധാന ഒരു ചടങ്ങാണ്. വീട്ടിൽ വരുന്നവരെല്ലാം കാല് കഴുകിയിട്ടേ അകത്ത് കയറാവും. അപ്പോൾ അത് എന്തോ ഒരു വലിയൊരു പ്രതീകമാണത്. പത്രോസ് പറഞ്ഞു, അങ്ങ് എന്നെ കഴുകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. നമ്മുടെ ആദ്യത്തെ ധ്യാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണത്. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായപ്പോൾ നീയും പരിശുദ്ധനായിടണം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് ഈശോ പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. കഴുകൽ, തുടയ്ക്കൽ. വൈദികൻ കുർബാനയിൽ കൈ കഴുകുമ്പോൾ അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അവിടുത്തെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു മാറ്റുകയും ചെയ്യട്ടെ. ഇവിടെയെല്ലാം ഇത് വളരെ പ്രധാന അടയാളങ്ങളാണ് കൂദാശയിലെ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ആരാധനാഘോഷത്തിൽ 1189 ആരാധനാഘോഷത്തിൽ
അടയാളങ്ങളും പ്രതീകങ്ങളുമുണ്ട്. സൃഷ്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദീപം, ജലം, അഗ്നി. മനുഷ്യജീവിതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഴുകൽ, പൂശൽ, അപ്പം മുറിക്കൽ. രക്ഷയുടെ ചരിത്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പെസഹായുടെ അനുഷ്ഠാനക്രമങ്ങൾ എന്നിവയോടൊപ്പം ബന്ധപ്പെട്ടവയാണവ. വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആദാനം ചെയ്യപ്പെട്ടും ഈ പ്രാപഞ്ചിക ഘടകങ്ങൾ എന്താണ്? ദീപം, ജലം, അഗ്നി. ഈ പ്രാപഞ്ചിക ഘടകങ്ങൾ മാനുഷിക അനുഷ്ഠാനങ്ങളും കഴുകൽ, പൂശൽ, അപ്പം മുറിക്കൽ, ദൈവസ്മരണയുടെ ആംഗ്യങ്ങളും, അതായത് പെസഹ, ക്രിസ്തുവിൻ്റെ രക്ഷാകരവും വിശദീകരിക്കുന്നതുമായ പ്രവൃത്തിയുടെ സംവാഹകരായിത്തീരുന്നു. നമുക്ക് ഇന്നിവിടെ നിർത്താം. വരുവിൻ, നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ, ഇതെല്ലാം പഠിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഇതെല്ലാം പഠിക്കാൻ സൗകര്യം തന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകം. അത് ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതവും കുടുംബത്തിനുമെല്ലാം ഈ പ്രവചനം പൂർത്തിയാകട്ടെ. നമ്മളുടെ ആരാധനാക്രമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധിക്കാം. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇന്നത്തെ പ്രവചനം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ. ഞങ്ങളിൽ കൂടുതൽ ദൈവിക ജ്ഞാനം നിറയ്ക്കണമേ. അവൾ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. ഓരോ തലമുറകളിലും പ്രവേശിച്ച് എല്ലാവരെയും ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്ന ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ഇത് അഭിഷേകം വരുന്നു. ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. പുത്തൻ അഭിഷേകം നിങ്ങളിൽ ഞാൻ തുറക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. God bless you, bless you, bless you.